ഹായ് എവറിബഡി, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സിംപ്ലി വെൽനെസ്. ഞാൻ ഇന്ന് എൻ്റെ വീഡിയോയിൽ പറയുന്നത് ഹൗ ഐ റിഡ്യൂസ്ഡ് മൈ ബാക്ക് പെയിൻ. ഞാൻ എൻ്റെ നടുവേദനയെ എത്രത്തോളം മാറ്റി, എന്തൊക്കെ ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ നടുവേദന മാറ്റിയത് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മളുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഫസ്റ്റായിട്ട് ചെയ്തത് നടക്കുക എന്നുള്ളതാണ്, വാക്കിംഗ്. ഞാൻ വാക്കിംഗ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ എൻ്റെ നടുവേദന എനിക്ക് സഹിക്കാൻ പറ്റായിട്ട് ഞാൻ നടക്കാൻ തുടങ്ങിയതാണ്. അതായത് നടക്കുമ്പോൾ എനിക്ക് ചെറിയൊരു ആശ്വാസം ഫീൽ ചെയ്യുന്നത്, അതായത് വളരെ ചെറിയൊരു ആശ്വാസം കേട്ടോ. ഞാനിങ്ങനെ നടക്കുമായിരുന്നു. അത് എൻ്റെ വീടിന് ചുറ്റുമായിരുന്നു ഞാൻ നടന്നുകൊണ്ടിരുന്നത്. വൈകുന്നേരം ഒരു 4 ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നടക്കുമായിരുന്നു. അത് ആദ്യം എനിക്കധികം നടക്കാൻ പറ്റില്ലായിരുന്നു. അതായത് ഞാനൊരു 15 മിനിറ്റ്സ് 20 മിനിറ്റ്സ് നടക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പെയിൻ വരും. അപ്പം തന്നെ കിടന്ന് ഒരു അരമണിക്കൂർ കിടന്നാലൊക്കെ ആ പെയിൻ പോകത്തുള്ളായിരുന്നു. അപ്പോൾ പിന്നെ ഞാനത് സ്ഥിരം, അതായത് ഒരു ഡേ നടക്കാത്ത ഒരു ഡേ എനിക്കുണ്ടാവില്ല. നടന്നത് 1 ഹവറിലേക്ക് ഞാൻ എത്തിച്ചു. 1 ഹവറിലെത്തിച്ച് ഇത് 1 ഹവർ എത്തുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ നടുവേദന ഒരു 90% കുറഞ്ഞപ്പോഴാണത് 1 ഹവറിലേക്ക് എത്തിയത്. ബട്ട് 20 മിനിറ്റ്സിൽ സ്റ്റാർട്ട് ചെയ്ത്, 20 അല്ലാന്ന് എനിക്ക് തോന്നുന്നു, 15 തോന്നുന്നു ഞാൻ നടന്നു. ആദ്യത്തെ ഒരു 2 വീക്സ് 15 ആക്കി, രണ്ടാമത്തെ 2 വീക്സ് 30 ആക്കി. അങ്ങനെ വളരെ കുറച്ച് ചെറുങ്ങനെയാണ് ഞാനത് ബിൽഡപ്പ് ചെയ്തത്. ബട്ട് നടത്തം കൊണ്ട് എനിക്കൊരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടായി. ഫസ്റ്റത്തെ ബെനിഫിറ്റ്, എൻ്റെ കാലിൻ്റെ ഇടയിലുള്ള ബേണിങ് സെൻസേഷൻ പോയി. ഞാൻ നടന്നത്, എൻ്റെ ഡോക്ടർ എനിക്ക് പറഞ്ഞത് എക്സസൈസ് മാത്രമാണ്, എനിക്കൊരു പെയിൻ കില്ലർ പോലും തന്നില്ലായിരുന്നു. അപ്പോൾ എനിക്ക് എക്സസൈസ് ചെയ്യാം, അതായത് എൻ്റെ ഏജ് വളരെ ചെറുതാണ്, അപ്പം നിങ്ങൾ എക്സസൈസ് ചെയ്താൽ മാറാവുന്നതേ ഉള്ളൂ എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ നടന്നത്. അപ്പോൾ ചില കേസുകളിൽ ഡോക്ടർമാർ റെസ്റ്റൊക്കെ പറയും. അത് മൾട്ടിപ്പിൾ ഡിസ്ക് ഹെർണിയേഷനൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പം നിങ്ങൾക്ക് റെസ്റ്റ് വേണ്ടി വരും. അധികം വർക്ക് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ അധികം നടക്കുമ്പോഴൊക്കെ ഭയങ്കര പെയിൻ ഉണ്ടാകും. അപ്പം അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാം. യങ് ജനറേഷൻ ആണെങ്കിലാണ് ഞാൻ പറയുന്നത് എക്സസൈസിനോട് കൊണ്ട് തന്നെ നടുവേദന മാറും. അത് ഞാനാണ് അതിൻ്റെ തെളിവ്. അപ്പം നടക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര പെയിനായിരിക്കും കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് ഭയങ്കര, അപ്പോൾ 2-3-4 ദിവസം നടന്ന് നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യരുത്, നിങ്ങളത് കണ്ടിന്യൂ ചെയ്യാം. ചില ആൾക്കാർക്ക് വേദന അധികമായിട്ട് ഇത് നിർത്തുന്നൊരു പ്രവണതയുണ്ട്. അപ്പം നിങ്ങളിത് നിർത്താതിരിക്കുക. അൺലെസ് നിങ്ങൾക്ക് ഭയങ്കര പെയിനൊക്കെ വരികയാണെങ്കിൽ മാത്രം ഒരു 1 വീക്കൊക്കെ റെസ്റ്റ് എടുക്കുക. പക്ഷേ നടത്തം എന്തുകൊണ്ടും ബാക്ക് പെയിന് വളരെ യൂസ്ഫുള്ളാണ്. ഞാനിത് നടത്തം ഇൻറ്റൻഷനലി സ്റ്റാർട്ട് ചെയ്തതല്ല. ഞാൻ ഇൻറ്റൻഷനലി സ്റ്റാർട്ട് ചെയ്തതല്ല. എൻ്റെ വേദന കുറയാൻ വേണ്ടി ഞാൻ തുടങ്ങിയതാണ്. ബട്ട് അതെൻ്റെ റൈറ്റ് ഡിസിഷനായിരുന്നു. നടന്ന് എൻ്റെ വേദന ഞാൻ ഒരുപാട് കുറച്ചു. ഞാൻ രണ്ടാമതായി ചെയ്തത്, കിടക്കുന്ന സമയത്തും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതായത് ചെരിഞ്ഞ് കിടക്കാനോ മലർന്ന് നടക്കാനോ ഒന്നും എനിക്ക് പറ്റില്ലായിരുന്നു. അപ്പോൾ ഞാൻ യൂട്യൂബിലല്ല, ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ കണ്ടു, ചെരിഞ്ഞ് കിടന്ന് നടുക്കൊരു തലയണ, അതായത് നമ്മുടെ മുട്ട് ഒരു മടക്കിയിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന പോലെയുള്ള രീതിയിൽ കിടക്കുമ്പോൾ അത്യാവശ്യം സമാധാനം ഉണ്ടാവും, വേദന കുറയും എന്നുള്ളത്. അപ്പോൾ ആദ്യമൊക്കെ കിടക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇങ്ങനെ കിടക്കുന്ന സമയത്ത് നമ്മുടെ റൈറ്റ് പോസ്ചർ വരും. അതായത് നമ്മൾ ചെരിഞ്ഞ് കിടക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ ബാക്ക് ബോണും നമ്മുടെ ലെഗിൻ്റെ അലൈൻമെൻറ്റും കുറച്ച് താഴ്ന്നിട്ടാണ് ഉണ്ടാവുക നമ്മുടെ ബാക്ക് പെയിനെ അപേക്ഷിച്ചിട്ട്. പക്ഷെ നമ്മൾ പില്ലോ വെക്കുന്ന സമയത്ത് നമ്മുടെ കാലും ബാക്ക് ബോണും ഒരേ രീതിയിൽ സിമെട്രിക്കലായിട്ട് വരും. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ, അല്ലെങ്കിൽ അതിന് നട്ടലിന് കൊടുക്കുന്ന സ്ട്രെസ്സ് കുറയും. അപ്പോൾ നിങ്ങൾക്ക് രാവിലെ എണീക്കുമ്പോഴൊന്നും വേദന അനുഭവപ്പെടില്ല. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, മലർന്നൊരിക്കലും കിടക്കാൻ പാടില്ല. മലർന്ന് കിടക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ സ്ട്രെയിൻ കൊടുക്കുകയാണ്. നമ്മൾ സാധാ യൂസ് ചെയ്യുന്ന ഒരു പില്ലോ നമ്മുടെ കാലിനിടയിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പം നമ്മൾ ഈ സോഫയിലൊക്കെ കാണുന്ന ഒരു ചെറിയ സ്ക്വയർ പില്ലോ ഇല്ലേ, അത് വെച്ചാൽ ഉറങ്ങാൻ ഈസി ആയിരിക്കും. എനിക്ക് ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഉറങ്ങാനൊക്കെ. ബട്ട് ലേറ്റർ ഓൺ അതെന്നെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായി. രാവിലെ എണീക്കുമ്പോൾ എനിക്ക് വേദനയില്ല, കാലിന് പെയിനില്ല, നടുവേദനയില്ല.
അപ്പം പക്ഷേ ഇതൊക്കെ നടന്നത് വളരെ സ്ലോലി ആയിരുന്നു കേട്ടോ. എൻ്റെ ബോഡി ടൈപ്പ് അങ്ങനെയാണ്, അതായത് എക്സസൈസിനോടും എല്ലാത്തിനോടും വളരെ ലേറ്റായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നൊരു ബോഡി ആയിരുന്നു എൻ്റെത്. ബട്ട് എൻ്റെത് ഒരു 9 months എടുത്തിട്ടാണ് എൻ്റെ ബാക്ക് പെയിൻ കുറഞ്ഞത്. അതും കണ്ടിന്യൂസ് ഇതൊക്കെ ചെയ്തിട്ടാണ് എൻ്റെ കുറഞ്ഞത്. പക്ഷേ ചില ആൾക്കാർക്ക് അത് 3-4 മാസത്തിനുള്ളിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. മൂന്നാമതായി ഞാൻ ചെയ്തത് നടുവ് ചൂട് പിടിക്കുക എന്നുള്ളത്. ഇതും ഞാൻ സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ വേദന സഹിക്കാൻ പറ്റാതിരുന്ന സമയത്താണ്. എനിക്ക് നടുന്ന് വേദന ഇറങ്ങിയിട്ട് ബട്ടക്സിലോട്ട് ഭയങ്കര പെയിനായിരുന്നു. ഇരിക്കാനൊന്നും പറ്റില്ലായിരുന്നു, ഒരു വർക്ക് ചെയ്യാൻ പറ്റില്ല, എൻ്റെ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല, ഒന്നും എനിക്ക് പറ്റില്ലായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടെത്തൊരു വഴിയായിരുന്നു ഹോട്ട് ബാഗ് വെക്കുക. അന്നേരം എൻ്റെ വീട്ടിൽ ഹോട്ട് ബാഗ് ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട്, കല്ലുപ്പിട്ടിട്ട് തോർത്തുകൊണ്ട് ചൂട് പിടിക്കുമായിരുന്നു. എല്ലാ ഡേയും ഒരു 15 minutes ആ ചൂട് പിടിച്ചിട്ട് കുളിക്കുന്ന സമയത്ത് ഞാനിത് ചെയ്യാറ് പൊതുവെ. അപ്പം ഇതും ഞാനൊരു കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ വേദന, ബട്ടക്സിൻ്റെ പെയിൻ കുറയുന്നവരെ ഞാനിത് ചെയ്തിരുന്നു. ചില ആൾക്കാർക്ക് ഇത് വെക്കണം എന്നില്ല കേട്ടോ. ബട്ട് എൻ്റെ ഒരു കേസിൽ എനിക്ക് ഈ ചൂട് പിടിച്ചപ്പോൾ നല്ല ആശ്വാസം ഉണ്ടായിരുന്നു. ഹോട്ട് ബാഗ് ആണെങ്കിൽ കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിരിക്കും നിങ്ങൾക്ക്. അപ്പം നിങ്ങൾക്ക് നല്ല പെയിൻ വരികയാണെങ്കിൽ നിങ്ങൾ തന്നെ ഒരു ഹോട്ട് ബാഗ് എടുത്ത് കുറച്ച് സമയം വെച്ച് നോക്കൂ. നമ്മൾ ഈ ഹോട്ട് ബാഗ് യൂസ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ മസിൽസിനൊക്കെ ഒരു ഈസ്നെസ് വരും. ചൂട് കൊണ്ട് ഒരു മസിലൊക്കെ ഒന്ന് അയഞ്ഞു വരും. അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റിഫ്നെസ്സൊക്കെ പോയി കുറച്ചൊരു ആശ്വാസം കിട്ടും. അപ്പോൾ അതിന് ശേഷം ഞാനൊരു ഓയിൻമെൻറ്റ്, അന്നേരം മൂവൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ, മൂവ് പിന്നെ ഫാസ്റ്റ് റിലീഫൊക്കെ ഉണ്ട്. ചൂട് പിടിച്ചതിന് ശേഷം ഞാൻ ഈ മരുന്നുകൾ ഓയിൻമെൻറ്റ് തേക്കും. എപ്പോഴും ശ്രദ്ധിക്കുക, ഒരിക്കലും മരുന്ന് തേച്ചതിന് ശേഷം ഈ മൂവ്, ഫാസ്റ്റ് റിലീഫ് പോലത്തത് തേച്ചതിന് ശേഷം ചൂട് പിടിക്കരുത്, അവിടെ പൊള്ളും. നെക്സ്റ്റ് ഞാൻ ചെയ്തത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, വളരെ സിമ്പിളായിട്ടുള്ള കാര്യം. ഞാൻ ഡോക്ടറെ അടുത്ത് ഫസ്റ്റ് പോയപ്പം ആളെന്നോട് ചോദിച്ചത് വെയിൽ കൊള്ളാറില്ലേ, പാൽ കുടിക്കാറില്ലേ എന്നാണ്. അതായത് ഞാൻ വെയിൽ കൊള്ളാറില്ല, വെയിൽ തീരെ കൊള്ളാത്ത ഒരാളാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇൻറ്റൻഷനലി രാവിലെ എണീച്ച് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഒരു 9:30 തൊട്ടിട്ട് ഒരു 10:15 വരെയൊക്കെ എന്ത് ചെയ്തു, വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് അവിടെ പോയി നിൽക്കും. പുറത്ത് വെയിൽ നല്ല കൊള്ളുന്ന സ്ഥലത്ത് പോയി നിൽക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ശരീരം മൊത്തമായി കവർ ചെയ്യുന്ന രീതിയിലുള്ള ഡ്രസ്സ് ഇട്ടിട്ട് പോയി വെയിൽ കൊള്ളരുത്, കാരണം നമ്മുടെ ശരീരത്തിലെത്തില്ല. അപ്പം മിനിമലായ ഡ്രസ്സ് ഇട്ടിട്ട് വെയിൽ കൊള്ളുക. നിങ്ങൾ വീട്ടിൽ തന്നെ ആകുമ്പം ഡ്രസ്സ് ഹാഫ് കൈയോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് പരമാവധി വെയിൽ നമ്മളെ ശരീരത്തിലേക്ക് കൊള്ളിക്കുക. അത് വൈകുന്നേരത്തെ ആയാലും രാവിലത്തെ ആയാലും, എനിക്കൊന്ന് രാവിലത്തെ വെയിലാണ് കുറച്ചും കൂടി വൈറ്റമിൻ ഡി റിച്ച് എന്നാണ് പറയുന്നത്. അപ്പം ഇതിനൊക്കെ ഇത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് അറിഞ്ഞത് ഞാൻ ഈ ഒരു സമയത്താണ് കേട്ടോ. അപ്പം ഞാൻ ഇൻറ്റൻഷനായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം എപ്പോഴും സൺലൈറ്റ് കൊള്ളുക എന്നുള്ളതാണ്. പിന്നെ ഞാൻ ചെയ്തത് വൈറ്റമിൻ ഡി റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിനെ സംബന്ധിച്ചൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ വൈറ്റമിനാണ്. അത് നോട്ട് ഓൺലി ഫോർ ദ ബോൺസ്, ഈവൻ നമ്മുടെ മൂഡ് സ്വിങ്സിനെ വരെ ബാധിക്കുന്ന ഒന്നാണ് വൈറ്റമിൻ ഡി. അപ്പം വൈറ്റമിൻ ഡി ഞാൻ എടുത്തത് മെയിനായിട്ട് എനിക്ക് നടുവേദന ഉള്ളതുകൊണ്ടാണ്. പ്ലസ് എനിക്ക് തന്നത്, ഡോക്ടർ എനിക്ക് കാൽഷ്യം പ്ലസ് വൈറ്റമിൻ ഡി തന്നിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഒരു ഭാഗത്തുനിന്ന് എനിക്കെന്താ ചെയ്യാൻ പറ്റുന്നത്, അതായത് മാക്സിമം വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനായിട്ടുള്ള മുട്ട, പാല്, ഇതുപോലെ ലിവർ ചിക്കൻ ലിവറും ബീഫ് ലിവറൊക്കെ കഴിക്കുക, ബട്ടർ, ഇതൊക്കെ മെയിനായിട്ട് മുട്ട, പാല് ഇതായിരുന്നു. പാലെനിക്ക് ഒട്ടും പറ്റില്ലായിരുന്നു. എനിക്ക് കഫത്തിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ മുട്ടയാണ് കൂടുതലും കഴിച്ചുകൊണ്ടിരുന്നത്. മുട്ട, പിന്നെ ഇതുപോലെ കരൾ, അതൊക്കെയായിരുന്നു എൻ്റെ മെയിൻ. ലാസ്റ്റായിട്ട് ഞാൻ ചെയ്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എക്സസൈസ്. അതായത് എൻ്റെ ഒരു ജേണിയിൽ, ബാക്ക് ബോണിൻ്റെ ജേണിയിൽ എന്നെ ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്തത് ഈ എക്സസൈസാണ്. നമ്മൾ ട്രസ്റ്റ് ദ പ്രോസസ്സ് എന്ന് പറയില്ലേ, നമുക്ക് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വേദന കൊണ്ട് ഞാൻ കരഞ്ഞ ദിവസങ്ങളുണ്ടായിരുന്നു. കാരണം എൻ്റെ മസിൽസും ഒക്കെ വീക്കായിരുന്നു. അപ്പം
എനിക്ക് ആ മസിൽസിനെ ഫസ്റ്റ് ടൈറ്റാക്കണം. നിങ്ങളോട് ഡോക്ടർ എക്സസൈസ് ചെയ്യണമെന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതെന്തായാലും ചെയ്യണം. കാരണം അതിൻ്റെ പിറകിലുള്ളൊരിത് ചിലപ്പോൾ ഡോക്ടർമാരതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് നടുവേദന വരുന്നത് നമ്മുടെ അതായത് നട്ടെല്ലിന് ഉള്ള ഒരു നെർവ് പിഞ്ചായി പോകുന്നിട്ടാണ്. ആ നെർവാണ് നമ്മുടെ കാലിലേക്കുള്ള മൂവ്മെൻറ്റിനൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്. അപ്പം ആ നെർവ് പിഞ്ച് ചെയ്യുന്ന സമയത്താണ് നമുക്ക് വേദന, സഹിക്കാൻ പറ്റാത്ത വേദന വരുന്നത്. അപ്പം അത് ഈ ഡിസ്ക് പുറത്തേക്ക് പുറന്തള്ളി നിന്നിട്ട് ആ നെർവിനെ പിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് വേദന. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ നമുക്ക് ഈ ഡിസ്കിനെ പിടിച്ച് ഉള്ളിലേക്ക് ആക്കാനോ ഒന്നും പറ്റില്ല. അൺലെസ് ഒരു സർജറിയിലൂടെ അല്ലാണ്ട് നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് എക്സസൈസ്. എക്സസൈസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റിലുള്ള മസിൽസ് സ്ട്രോങ് ആയിട്ട് അതായത് നമ്മുടെ ഡിസ്കിന് ചുറ്റുമുള്ള മസിൽസ് സ്ട്രോങ് ആയിട്ട് ഡിസ്കിനെ പിടിച്ചു നിർത്തും. അതായത് ഡിസ്ക് ഹെർണിയേഷൻ അധികം വരാതെ നിൽക്കും. എന്ന് പറഞ്ഞാൽ ആ ഡിസ്ക് എവിടെയാണുള്ളത് അതവിടെ തന്നെ നിന്നിട്ട് അത് നെർവിനെ പിൻ ചെയ്യാതിരിക്കും. അപ്പോൾ അതാണ് ഓൺലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ. അതായത് നമ്മുടെ മസിൽസിനെ ടൈറ്റായി നിർത്തിക്കുക. അത് നമുക്ക് എവിടെ ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ടോ ഒന്നും ആവശ്യമില്ല, നമുക്കെന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇത് ഞാൻ ചെയ്ത എക്സസൈസ് എന്ന് പറയുന്നത് എനിക്ക് ഫിസിയോതെറാപ്പിസ്റ്റ് പറഞ്ഞു തന്ന എക്സസൈസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് എക്സസൈസ് ഫിസിയോതെറാപ്പിസ്റ്റ് പറഞ്ഞു തന്നിരുന്നു. ബട്ട് ചില എക്സസൈസസ് ചെയ്യുമ്പം എനിക്ക് ഭയങ്കരമായ പെയിൻ ഉണ്ടായത് കാരണം ഞാൻ വീണ്ടും ആളടുത്ത് പോയി. ആളത് ആൾട്ടർനേറ്റ് ചെയ്ത് തന്നു. എനിക്ക് വേറെ ചെയ്തു തന്നു. അതായത് ആ പെയിനുള്ള എക്സസൈസൊക്കെ മാറ്റി തന്നു. എനിക്ക് തോന്നുന്നു എനിക്കൊരു 10 എക്സസൈസുമായിട്ട് ഫിസിയോതെറാപ്പിസ്റ്റ് പറഞ്ഞു തന്നിരുന്നു. ബട്ട് എനിക്കതിൽ കുറച്ച് ഇതൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഭയങ്കര പെയിനായിരുന്നു. അപ്പോൾ ആളത് മനസ്സിലാക്കി എനിക്ക് എക്സസൈസിൻ്റെ രീതി പറഞ്ഞു തന്നു. അതായത് ഫസ്റ്റ് വീക്ക് ഒരു 5 എണ്ണത്തിൽ സ്റ്റാർട്ട് ചെയ്യുക, സെക്കൻഡ് വീക്കിൽ 10 ആക്കുക, തേർഡ് വീക്കിൽ 15 ആക്കുക, അങ്ങനെ 40 വരെ ആക്കുക, 40 വരെ ആക്കിയിട്ട് പിന്നെയുള്ള വീക്കിൽ 35, 30 അങ്ങനെ കുറച്ച് വീണ്ടും 10ലേക്ക് എത്തിക്കാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ വിചാരിക്കട്ടെ ഇത് ഈസിയാണെന്ന്. ഒരിക്കലും ഈസി അല്ല കേട്ടോ. ഈ 40 ആവാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഞാനൊരു 6-7 മാസം എടുത്തു. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്ക്, 5 ആദ്യത്തെ ആഴ്ച, 2ാമത്തെ ആഴ്ച, അങ്ങനെ 40 എത്താൻ വേണ്ടിയിട്ട് എത്ര ആഴ്ച എടുക്കും നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനൊരു 5 മന്ത്സ് എത്രയോ എടുത്തു, 5 or 6 മന്ത്സ് എന്തോളം എടുത്തിരുന്നു. ബട്ട് ട്രസ്റ്റ് മീ, നിങ്ങൾ ആരെങ്കിലും ഇതിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ എക്സസൈസ് നിർത്താതിരിക്കുക, എപ്പോഴും എക്സസൈസ് ചെയ്യുക. ഞാനൊരു സിംഗിൾ ഡേ പോലും ഒഴിച്ചത് കൂടുതലായിട്ട് എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഞാനിപ്പം ഇത് കഴിഞ്ഞിട്ടൊരു 5-6 വർഷങ്ങളായിപ്പം. പക്ഷേ ഞാനിപ്പോഴും എൻ്റെ എക്സസൈസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ആദ്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബോഡി ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. ഭയങ്കര പെയിൻ ഉണ്ടാവും ചില ആൾക്ക് തീരെ പെയിൻ ഉണ്ടാവില്ല. ബട്ട് എൻ്റെ കേസിൽ ഞാൻ ഓൾറെഡി പെയിനിൻ്റെ അങ്ങേറ്റത്താണ് ഉണ്ടായത്. അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് ഭയങ്കര പെയിനായിരുന്നു. പക്ഷേ ഒരു 1 മന്തൊക്കെ ആയപ്പം മെല്ലെ എൻ്റെ കാലിൻ്റെ അടിയിലെ വേദന കുറഞ്ഞു. പിന്നെ മുട്ടിലേക്കുള്ള ഷോക്ക് കുറഞ്ഞു. അങ്ങനെ ബട്ടക്സ് പെയിന് കുറഞ്ഞു. പക്ഷേ ഇതൊന്നും ഈസി ആയിരുന്നില്ല. എൻ്റെ പാത്ത് ഒട്ടും ഈസി ആയിരുന്നില്ല. അപ്പോൾ ഞാൻ ഇത് നിങ്ങളോട് പറയുന്നതിന് ആഗ്രഹിക്കുന്നത് വെച്ചാൽ ആരെങ്കിലും ഇതിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ പ്ലീസ് ട്രസ്റ്റ് ദ പ്രോസസ്സ്. ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ എന്തൊക്കെ എക്സസൈസാണ് ചെയ്തതെന്നുള്ള വീഡിയോ ഞാനിടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.